ഹലോ ഫ്രണ്ട്സ്, ഐ എം ശ്രുതി ഫ്രം ലോലിപോപ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിലുള്ള കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ട് മെറ്റീരിയൽസ് ആണ്. എല്ലാം നല്ല ഡെയിലി വെയർ, കാഷ്വൽ വെയർ ആ ഒരു ടൈപ്പിൽ വരുന്ന മെറ്റീരിയൽസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 16 ഷെയ്ഡ്സ് ആണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീഡിയോസിലേക്ക് പോകാം. അതിനു മുന്നേ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ പറയും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആ ഒരു മെറ്റീരിയലിലേക്ക് നോക്കാം. ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഇത് ഡാർക്ക് ഒരു പീച്ച് ടു റെഡ് ഷെയ്ഡി വരുന്നതാണ്. ഫാബ്രിക് കംപ്ലീറ്റ് ആയിട്ട് ഇതിപ്പോൾ ദൂരെ നോക്കുമ്പോൾ മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഡാർക്ക് കളർ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. എന്താണ് ഒരു ഇച്ചിരി വീതിക്ക് ഇതിങ്ങനെ റെയിൻ ഡ്രോപ്സ് പോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് ഈ കംപ്ലീറ്റ് ഫാബ്രിക് ഉള്ളത്. ഇനി ഇതിന് പെയർ ചെയ്യുന്ന ദുപ്പട്ട എന്ന് പറഞ്ഞാലും സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതൊരു കൈൻഡ് ഓഫ് ബോട്ടം വന്നേക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ. അപ്പോൾ ആ ഒരു പിസ്ത ഗ്രീൻ്റെ പാറ്റേണിലാണ് ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ്ലി വന്നേക്കുന്നത്. താഴോട്ട് വരുമ്പോഴും ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു സെമി ഓർഗൻസ പോലെ വന്നിട്ട് അതിനകത്ത് റെഡും വൈറ്റും കൂടെ ഉള്ള ഒരു പ്രിന്റ്. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് പിസ്ത ഗ്രീൻ ആണ്. സെമി സിൽക്ക് ഫാബ്രിക്കിൽ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലുള്ള പിസ്ത ഗ്രീനിലെ കളറാണ് അതിന്റെ ബോട്ടം സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയലാണ്. ടോട്ടൽ 2.6 മീറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം താഴെ എത്തുന്നുണ്ട്. അപ്പം വൺ സൈഡ് തന്നെ നല്ല ലെങ്ത് ഉള്ള നല്ല ഫാബ്രിക്കാണ്, നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1090 ആണ്. ഇനി ഒരു 15 ഷെയ്ഡ്സ് ഉണ്ട്. നമുക്ക് വേഗം ഓരോന്നായിട്ട് കാണാം. ഇതൊരു ഗ്രേ കളറാണ്. ഇതിന്റെ ടോപ്പ് വന്നേക്കുന്ന ഗ്രേ കളറാണ്. അതിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം വന്നിരിക്കുന്നത് ഒരു റസ്റ്റ് ഓറഞ്ച് ടു ബ്രൗൺ കളറാണ്. ആ ഒരു പാറ്റേൺ തന്നെയാണ് ദുപ്പട്ടയ്ക്ക് അകത്തും കംപ്ലീറ്റ്ലി നടുവിലായിട്ട് വന്നേക്കുന്നത്. താഴേക്ക് ചെല്ലുമ്പോൾ ആ ഗ്രേയുടെ ആ ഒരു സെമി ഓർഗൻസയുടെ ഒരു ഫിനിഷാണ് താഴോട്ട് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ടീൽ ബ്ലൂ, ഡാർക്ക് ടീൽ ബ്ലൂ ടു ഗ്രീനിഷ് ടീൽ ബ്ലൂ എന്ന് പറയാമേ. അതിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ പിങ്ക് കളറിലാണ്. കോട്ടൺ സിൽക്ക് ഫാബ്രിക്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതാണ് കംപ്ലീറ്റ് കളർ കോമ്പിനേഷൻ. ദുപ്പട്ടയ്ക്കും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. 2 സൈഡ് ഇടണം എന്നുള്ളവർക്ക് സുഖമായിട്ട് 2 സൈഡ് ഇടാൻ പറ്റും കേട്ടോ. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈ കംപ്ലീറ്റ് സെറ്റ്സ് ഈ ഇഷ്ടം അനുസരിച്ചുള്ള കളർ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ട് പിങ്ക് ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആണ്. പിങ്ക് ആണ് ടോപ്പ് വന്നേക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ്ലി അതിനടുക്ക് ബോട്ടിൽ ഗ്രീനിന്റെ പ്രിന്റ്സും താഴോട്ട് വരുമ്പോൾ ഓർഗൻസിക്കകത്ത് വേറെയാണ് വരുന്നത്. ബോട്ടിൽ ഗ്രീനിലെ കോട്ടൺ സിൽക്ക് വരുന്ന ഫാബ്രിക്കാണ് ഇതിന്റെ ബോട്ടം. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ട് ബ്രൗൺ ആൻഡ് യെല്ലോ ആണ്. ബ്രൗൺ കളർ ടോപ്പും യെല്ലോ കളർ ബോട്ടവും ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റാണ്. ഈ ഒരു 1090 റേഞ്ചിൽ കംപ്ലീറ്റ്ലി വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കസ്റ്റമേഴ്സിന്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ ഈ ഷെയ്ഡ് വന്നിട്ട് ഒരു പേസ്റ്റൽ ഓറഞ്ചിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മെറൂണുമാണ്. ആ മെറൂൺ തന്നെയാണ് ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ്ലി വരുന്നത്. താഴേക്ക് വരുമ്പോൾ ആ ഓർഗൻസിൽ വൈറ്റ് കളർ പാച്ചസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു ഒലീവ് ഗ്രീൻ ആണ്. ഒലീവ് ഗ്രീന് കോമ്പിനേഷൻ ആയിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പേർപ്പിളിഷ് ആയിട്ട് പേർപ്പിൾ ചേർന്നിട്ടുള്ള നല്ലൊരു അണിയൻ പിങ്ക് എന്ന് പറയാം. നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ പേർപ്പിൾ എന്ന് പറയാം. നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ്. ദുപ്പട്ടയ്ക്കകത്താണെങ്കിൽ ആ ഒരു പേർപ്പിളാണ് വന്നേക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഓർഗൻസിൽ ഡിഫറെന്റ് പാച്ചസ് ആണ് വന്നേക്കുന്നത്. ഈ താഴെയുള്ള പാറ്റേൺസ് മാറുന്നുണ്ട്, പക്ഷേ ആ ഒരു സെയിം കോൺസെപ്റ്റിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പ്രൈസ് വന്നിട്ട് 1090. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ കോമ്പിനേഷൻ വന്നിട്ട് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ്. ഈ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്വമറൈൻ ഗ്രീൻ ഇല്ല, ഒരു ബ്ലൂവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രീൻ ആണ്. നല്ലൊരു ഓറഞ്ച് ആണ്. ഇതിനകത്ത് വരുന്ന പ്രിന്റ്സും ആ ഒരു ബോട്ടത്തിന്റെ കളറിലാണ്. താഴേക്ക് വരുമ്പോൾ ഓർഗൻസിക്കകത്ത് വൈറ്റ് പാച്ചസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗണും നല്ല ഓറഞ്ചിഷ് ബ്രൗണും ആണ് അതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തെല്ലാം ഈ സെയിം വർക്കാണ്. താഴേക്ക് വരുമ്പോൾ ആ ഒരു ഓർഗൻസിക്കകത്തുള്ള പാച്ച് വർക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്രൈസ് വന്നിട്ട് 1090. ഈ കളർ കോമ്പിനേഷൻ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് അണിയൻ പിങ്ക് ആണ് ടോപ്പ് വരുന്നത്. ഒരു ബ്രൗണോട് ചേർന്ന് നിൽക്കുന്ന അണിയൻ പിങ്ക്. അതിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മോസ് ഗ്രീൻ ആണ്. ആ മോസ് ഗ്രീൻ തന്നെയാണ് ദുപ്പട്ടയ്ക്കകത്ത് വരുന്ന വർക്കും. താഴോട്ട് വരുമ്പോൾ ഓർഗൻസിക്കകത്ത് വൈറ്റ് പാച്ചസ് ആണ് വന്നിരിക്കുന്നത്. 1090 ആണ്. കളർ ചിലപ്പോൾ നിങ്ങളുടെ ഡിവൈസ് അനുസരിച്ച് ബ്രൈറ്റ്നസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിയിട്ടാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ വന്നിട്ട് ഗ്രീൻ ആൻഡ് ബ്രൗൺ ആണ് കോമ്പിനേഷൻ. നല്ലൊരു കൈൻഡ് ഓഫ് പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാം. അതിന് കോമ്പിനേഷൻ ആയിട്ട് ഇതൊരു ഡാർക്ക് ഒലീവ് ഗ്രീൻ ടു ബ്രൗൺ ട്രാൻസിഷനിൽ വരുന്ന ഒരു കളറാണ് ബോട്ടം. അത് തന്നെയാണ് നമുക്ക് ആ ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ്ലി ഉള്ളത്. താഴേക്ക് വരുമ്പം ഓർഗൻസയും അതിനകത്ത് വൈറ്റ് പാച്ചസും ആണ് വന്നിരിക്കുന്നത്. 1090. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ്. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ടോപ്പ് വരുന്നത്. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മസ്റ്റേർഡ് ബ്രൗൺ ആണ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ്. ആ സെയിം ഇതാണ് നമ്മുടെ ടോപ്പിലെ നടുഭാഗത്ത് വരുന്ന വർക്കും. താഴേക്ക് വരുമ്പോൾ ഓർഗൻസിക്കകത്ത് വൈറ്റ് പാച്ചസുമാണ്. 1090. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം.
നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു പിങ്കും ഗ്രേയും ആണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. ടോപ്പിനകത്തും സെയിം കൈൻഡ് ഓഫ് വർക്കാണ്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ക്രീമാണ്. ക്രീമിനകത്ത് ആ ബ്രൗൺ കളറിലാണ് കംപ്ലീറ്റ് ആ ഒരു വർക്ക്, ആ ഒരു പ്രിന്റ് പോയേക്കുന്നത്. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ബോട്ടം വന്നിരിക്കുന്നത് തന്നെ ബ്ലൂ കളർ കോട്ടണിലാണ്. ഇതിനകത്ത് ആക്ച്വലി അതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് സെറ്റ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർ കോമ്പിനേഷനാണ്. നല്ലൊരു ടോപ്പും ബോട്ടവും തമ്മിൽ വളരെ നല്ല കോൺട്രാസ്റ്റിലുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. ട്രഡീഷണലി നമ്മളങ്ങനെ കാണാത്ത കളർ കോമ്പിനേഷൻസ്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ ഒരു ബിസ്ക്കറ്റ് ബ്രൗൺ ആണ് ടോപ്പ് വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വയലറ്റ് ആണ്. ബോട്ടം വന്നത് കോട്ടൺ സിൽക്കിനകത്താണ്. ദുപ്പട്ടയ്ക്കകത്തും ആ വയലറ്റിന്റെ ഷെയ്ഡും, വയലറ്റിൽ ഒരു ബ്ലൂയിഷ് വയലറ്റിന്റെ ഷെയ്ഡും താഴേക്ക് വരുമ്പോൾ ആ ഒരു സെമി ഓർഗൻസയും ബിസ്ക്കറ്റ് ബ്രൗൺ കളറിലേക്ക് ഇതോടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് പെയർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ട് നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ട്, നല്ലൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ ഈ സെറ്റിലെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ആണ് ഇത് വന്നേക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഒലിവ് ഗ്രീൻ ആണ് ടോപ്പ് വരുന്നത്. അതിന് ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റാണി പിങ്ക്, ഒരു മെജന്തയോട് ചേർന്ന് നിൽക്കുന്ന ഒരു റാണി പിങ്ക് കളറാണ്. അതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ 2 കളറിലും വരുന്നൊരു ദുപ്പട്ടയാണ്. ഇതെല്ലാം തന്നെ വളരെ അഫോർഡബിൾ, അതായത് 1090 റേഞ്ചിൽ ഫാബ്രിക് വന്നിട്ട് സിൽക്കി കോട്ടയാണ്. എല്ലാ കസ്റ്റമേഴ്സിനും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. അത് നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എല്ലാ കസ്റ്റമേഴ്സിനും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് അയക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ആ കോഡ് കിട്ടുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. താങ്ക്